വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്നത്തെ ലോകം അതിവേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും പുതിയ സ്വപ്നങ്ങളും പുതിയ സമ്മർദ്ദങ്ങളും നിറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങൾ, പഠനഭാരം, ജോലി സംബന്ധമായ ആശങ്കകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഇവയെല്ലാം ചേർന്ന് പലരുടെയും മനസ്സ് ക്ഷീണിപ്പിക്കുന്നു. പുറത്ത് നമ്മൾ ചിരിച്ചാലും ഉള്ളിൽ പലപ്പോഴും ഒരു ശൂന്യത നമ്മെ അലട്ടാറുണ്ട്. എന്നെ ആരെങ്കിലും ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്ന ചോദ്യവും പല ഹൃദയങ്ങളിലും ഉയരുന്നു. അത്തരമൊരു സമയത്താണ് ഒരു സ്നേഹത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുന്നത്. അത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വിളിയാണ്. യേശുവിൻ്റെ സ്നേഹം നിബന്ധനകളില്ലാത്ത സ്നേഹമാണ്. ലോകത്തിലെ പല സ്നേഹങ്ങളും നിബന്ധനകളോടുകൂടിയാണ്. നമ്മൾ വിജയിച്ചാൽ, നന്നായി പെരുമാറിയാൽ, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റിയാൽ മാത്രമേ പലരും നമ്മെ സ്വീകരിക്കാറുള്ളൂ. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അങ്ങനെയല്ല. നീ പരാജയപ്പെട്ടാലും, തെറ്റുകൾ ചെയ്താലും, ജീവിതത്തിൽ വഴിമുട്ടിയാലും അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ കുറ്റപ്പെടുത്താനല്ല, രക്ഷിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. ഈ സ്നേഹം പറയുന്നത്, നീ മതിയാകുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ഇന്ന് നാം നേരിടുന്ന ചില പ്രശ്നങ്ങൾ ആത്മവിശ്വാസക്കുറവ്, താരതമ്യവും അസൂയയും, ഭാവിയെക്കുറിച്ചുള്ള ഭയം, പാപബോധവും കുറ്റബോധവും തുടങ്ങിയവയാണ്. ഇവയൊക്കെ ചേർന്നാൽ ഒരാളുടെ മനസ്സിൽ വലിയ ഭാരമായി മാറും. ചിലപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും എന്ന ചോദ്യവും ഉയരും. ഇത്തരം ഭാരങ്ങൾക്കിടയിൽ യേശു നമ്മെ വിളിക്കുന്നു: നിന്റെ ഭാരങ്ങൾ എനിക്ക് തരൂ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ സ്നേഹം മാറ്റം കൊണ്ടുവരുന്നൊരു ശക്തിയാണ്. യേശുവിൻ്റെ സ്നേഹം ഒരു ആശ്വാസവാക്ക് മാത്രമല്ല, അതൊരു മാറ്റത്തിൻ്റെ ശക്തിയാണ്. ഭയമുള്ള ഒരാളെ ധൈര്യവാനാക്കുന്ന ശക്തി, നിരാശയിലുള്ള ഒരാളെ പ്രത്യാശ നിറയ്ക്കുന്ന ശക്തി, തകർന്ന ഹൃദയത്തെ പുതുക്കുന്ന ശക്തി. ഒരു യുവാവ് യേശുവിൻ്റെ സ്നേഹം സത്യമായി അനുഭവിച്ചാൽ അവൻ്റെ ചിന്തകളും തീരുമാനങ്ങളും ജീവിത ദിശയും മാറും. ജീവിതത്തിന് ഒരു വ്യക്തമായ ലക്ഷ്യം ലഭിക്കും. ഈ സ്നേഹത്തിൻ്റെ വിളിക്ക് നാം എങ്ങനെ പ്രതികരിക്കണം? നമ്മുടെ ഹൃദയം തുറക്കണം. യേശുവിനോട് സത്യമായി സംസാരിക്കണം. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിശ്വാസമുള്ളവരായി നാം തീരണം. ഇത് വലിയ കാര്യങ്ങളല്ല, പക്ഷേ ഈ ചെറിയ തീരുമാനങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രിയ സഹോദര, ഇന്ന് നിന്റെ ജീവിതം എങ്ങനെയായാലും, സന്തോഷത്തിലോ ദുഃഖത്തിലോ വിജയത്തിലോ പരാജയത്തിലോ, ഒരു കാര്യം ഉറപ്പാണ്: യേശുവിൻ്റെ സ്നേഹം ഇന്ന് നിന്നെ വിളിക്കുന്നു. അതൊരു ശബ്ദമല്ല, അതൊരു ക്ഷണമാണ്. അതൊരു നിർബന്ധമല്ല, അതൊരു അവസരമാണ്. ഇന്ന് ആ അവസരം നഷ്ടപ്പെടുത്തരുത്. അവൻ്റെ അടുക്കൽ വരൂ, അവൻ്റെ സ്നേഹം അനുഭവിക്കൂ. നിന്റെ ജീവിതം പുതിയ അർത്ഥവും ദിശയും കണ്ടെത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.